ദേവ രാത്രി എത്ര നേരം എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവൻ അവസാനം ആദിയെ വിളിക്കാൻ തീരുമാനിച്ചു. ആദിയും ഉറക്കം വരാതെ തിരിഞ്ഞുമറിഞ്ഞ് കിടപ്പായിരുന്നു. ദേവയുടെ കോൾ ആ സമയത്ത് വന്നപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. പിന്നെ കോൾ എടുത്തു. കോൾ കണക്റ്റായിട്ടും രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ കുറച്ചു നിമിഷം കടന്നുപോയി. ഞാൻ അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. നീ ടെറസിലുണ്ടാകണം. എനിക്ക് അത്യാവശ്യമായി നിന്നെ കണ്ടേ പറ്റൂ. ദേവ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. ആദിയാണെങ്കിൽ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. സമയം നോക്കി. രാത്രി 2 മണി. അവൾ വാതിൽ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ ടെറസിൽ കയറി. പുറത്തുകൂടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അതുവഴിയും ടെറസിലെത്താം. സ്വന്തം വീട്ടിലും അയൽവീട്ടിലും പട്ടികളില്ലാത്തത് ഈ സമയം ഉപകാരമായി തോന്നി അവൾക്ക്. പറഞ്ഞതുപോലെ അരമണിക്കൂറായപ്പോൾ ദേവ വന്നു. ബൈക്ക് കുറച്ചു ദൂരെ വെച്ചിട്ട് നടന്നാണ് ആള് വന്നത്. അവൻ മതിൽ ചാടി ശ്രദ്ധിച്ചു കയറി വരുന്നത് അവൾ കണ്ടു. രണ്ടുപേരും കണ്ടു കുറച്ചു സമയം ഒന്നും മിണ്ടാതെ വെറുതെ ആകാശം നോക്കി നിന്നു രണ്ടുപേരും. ആദി ഒന്നും സംസാരിക്കില്ലെന്ന് തോന്നിയപ്പോൾ ദേവ സംസാരിച്ചു തുടങ്ങി. ആദി, അവൾ അവനെ നോക്കി. നമുക്ക് ഈ നാട് വിട്ടു പോയാലോ? നിന്റെ തുടർന്നുള്ള പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കാം. നിനക്കൊരു കുറവും വരാതെ പൊന്നുപോലെ ഞാൻ നോക്കാം. നീ എൻ്റെ കൂടെ ഇറങ്ങി വരുമോ? ദേവയുടെ ചോദ്യം കേട്ട് ആദിക്ക് സന്തോഷം തോന്നി. പക്ഷേ രുക്കുവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ആ സന്തോഷം എങ്ങോ പോയി. അവൾ ചെറുചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ദേവേട്ട, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ഈ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടുമോ? ഒരു ദിവസമെങ്കിലും മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ നമുക്കാവോ? ദേവയുടെ പക്കൽ മറുപടിയില്ലായിരുന്നു. കഴിയില്ല ദേവേട്ട. നമ്മൾ മനുഷ്യരാണ്. പോരാത്തതിന് കുടുംബത്തിനും നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ. ചില പ്രണയം തോറ്റുപോകാറുണ്ട് ദേവേട്ട. ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടി. നമ്മുടെ കാര്യത്തിൽ രണ്ടുമുണ്ട്. പോരാത്തതിന് 2 ജീവനുകളുടെ വിലയുമുണ്ട്. വിധിക്ക് മുന്നിൽ നിസ്സഹായതയോടെ പൂവണിയാതെ പോയ ഒരു പ്രണയമായിക്കോട്ടെ ദേവേട്ട നമ്മുടേത്. അത്രയും പറഞ്ഞപ്പോൾ തന്നെ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ദേവയ്ക്ക് അത് നോക്കി നിൽക്കാനായില്ല. അവൻ വേഗം മുഖം തിരിച്ചു. ആദി, നീ ഇത്രയ്ക്ക് ത്യാഗം ചെയ്യണോ? അതോ നിനക്കെന്നെ? കുറച്ചു കഴിഞ്ഞ് ദേവ ചോദിച്ചു. ആദി അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇഷ്ടത്തിലായിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ ദേവേട്ടനെ അറിയാതെ പറഞ്ഞ ഒരു വാക്കിൽ കുറച്ചു വർഷങ്ങളായി ആ കുട്ടി കാത്തിരിക്കേ. ആ കുട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ സ്നേഹം, പ്രണയമൊക്കെ വളരെ ചെറുതാ ദേവേട്ട. എൻ്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിച്ച ദേവേട്ടനെ തന്നെയാണ് ജീവൻ പോകുന്ന വേദനയോടെ ആ കുട്ടിക്ക് കൊടുക്കുന്നത്. നമുക്കിനിയും ഒരുപാട് ജന്മമുണ്ട് ദേവേട്ട. അതിലേതെങ്കിലും ഒരു ജന്മമല്ല. ഇനി വരുന്ന ജന്മം മുഴുവൻ ഞാൻ തന്നെയായിരിക്കും എൻ്റെ ദേവേട്ടൻ്റെ പാതി. പറഞ്ഞു തീർന്നതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ വരിഞ്ഞു മുറുകി. എത്ര നേരം അങ്ങനെ നിന്നിട്ടും എത്ര തന്നെ കരഞ്ഞിട്ടും രണ്ടുപേർക്കും മതിയാകുന്നില്ല. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. താഴെ എന്തോ വീണ ശബ്ദമായിരുന്നു. ആദി, ദേവ അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി വിളിച്ചു. വേണ്ട ദേവേട്ട, ഇനിയും ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പലതും മാറ്റി പറയേണ്ടി വരും. അവളുടെ ശബ്ദമിടറി. കണ്ണ് വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. നീ എൻ്റെ ഭാഗ്യമായിരുന്നു ആദി. കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഇന്ന് എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ആ നിന്നെയാണ്, നമ്മുടെ പ്രണയത്തെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. സൗഹൃദത്തിനും സാഹോദര്യത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ പ്രണയത്തെയാണ് ബലി നൽകുന്നത്. അവൻ്റെ സ്വരം ഇടറി. വേണ്ട ദേവേട്ട, ഇനിയൊന്നും പറയണ്ട. എനിക്കിനി വയ്യ കരയാൻ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ആദി, ഞാൻ അവസാനമായിട്ട് നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ? അവൻ്റെ കണ്ണ് നിറച്ചുള്ള ചോദ്യം പോലും അവളെ തളർത്തി. ഈ ശരീരം പോലും ഈ നിമിഷം ദേവേട്ടന് നൽകാൻ എനിക്ക് സമ്മതമാണ്. ആദിയുടെ വാക്കുകൾ അവനെ ഞെട്ടിച്ചു. ഇല്ല ആദി, ഈ ശരീരം ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതൊരിക്കലും ഇങ്ങനെ ഒരു നിമിഷമല്ല. എൻ്റെ താലി അണിഞ്ഞു എൻ്റെ മുറിയിൽ നീ വരുന്ന ദിവസം. ഇനി ഈ ശരീരം മറ്റൊരാൾക്കുള്ളതാണ്. ഈ ശരീരത്തിൻ്റെ എല്ലാ പരിശുദ്ധിയോടെയും ആവണം എൻ്റെ ആദി മറ്റൊരാൾക്ക് സ്വന്തമാകാൻ. അവൻ അത്രയും പറഞ്ഞ് അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി. ഈ നെറുകയിൽ എൻ്റെ കൈകൊണ്ട് ഒരു നുള്ളു സിന്ദൂരമിടാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു. അവൻ അതും പറഞ്ഞ് ഒരിക്കൽ കൂടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ കണ്ണുനീർ ആ നെറ്റിയിൽ വീണു. ആദി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. മതി ദേവേട്ട, ഇനി എന്നെ സങ്കടപ്പെടുത്താതെ. ഈ കണ്ണിന് നിറയരുത്. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി പറഞ്ഞു. ദേവ് അവളെ നേരെ നിർത്തി. എന്നോട് കരയരുത് എന്ന് പറഞ്ഞ് നീ കരയുന്നത് എന്തിനാ? ദേവ് അവളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ ചുണ്ടുകൾ കവർന്നു. ദേവ് ഞെട്ടി. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആദിക്ക് അവൻ്റെ അത്രയും പൊക്കമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ദേവ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളെ ചുംബിച്ചില്ല. അവൻ്റെ കൈകൾ അവളിൽ അലഞ്ഞില്ല.
അവൾ അവളുടെ സങ്കടമോ ദേഷ്യമോ പിരിയുന്നതിൻ്റെ വേദനയോ എന്തോ അവനെ അറിയിച്ചത് ആ ചുംബനത്തിലൂടെയായിരുന്നു. ഏറെ നേരത്തിനു ശേഷം ആദി കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ മുഖം നിറയെ ചുംബിച്ചു. അവൻ്റെ കഴുത്തിലും ചുംബിച്ചു. ചുംബനത്തിനിടയിലും അവൻ്റെ മേലെ പതിക്കുന്ന കണ്ണുനീർ തുള്ളികൾ അവനെ കൊല്ലാതെ കൊന്നു. ആദി, ഞാൻ ഇറങ്ങുക. ഇനി ഒരിക്കലും നമുക്കിടയിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ഐ ലവ് യു ഡി. അവളെ ഒരിക്കൽ കൂടെ ചേർത്ത് പിടിച്ചു ചുംബിച്ചു അവൻ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയി. ആദി പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ദേവ ലല്ലുവിനെ വിളിച്ച് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. അതോടെ ലല്ലു ഹാപ്പി. ഒപ്പം ദേവ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഒരിക്കലും താൻ കാരണമാണ് കല്ലുവിനെ വിവാഹം കഴിക്കണമെന്ന് ലല്ലു പറഞ്ഞതെന്ന് അവൾ അറിയരുത് എന്ന്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കല്ലുവിന് വേണ്ടി ലല്ലുവിനെ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ ലല്ലു രുക്കുവിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. അത് വീട്ടിലെത്തിയിട്ട് ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. പോയ കാര്യം എന്തായി? അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? മുത്തശ്ശി മുത്തശ്ശനോടും മക്കളോടും ടെൻഷനിൽ ചോദിച്ചു. എൻ്റെ അമ്മേ, അവിടെ പ്രശ്നമൊന്നുമില്ല. ലല്ലുവിന് കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണ്. കല്ലുവിൻ്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും നിറയുന്നത് ദേവ കണ്ടു. ആവോ, പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ലല്ലോ, മുത്തശ്ശി നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. പിന്നെ അവർ വേറെ ഒരു കാര്യം പറഞ്ഞു. അത് ഇവിടെ ആലോചിച്ചു വിളിച്ചു പറയണം, മഹി പറഞ്ഞു. എന്താ ഏട്ടാ കാര്യം? ഇങ്ങനെ ചുമ്മാ പേടിപ്പിക്കാതെ, ജാനി ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല. നമ്മൾ ദേവയ്ക്ക് ഇപ്പോൾ കല്യാണം നോക്കുന്നുണ്ടല്ലോ, ആ കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു. അപ്പോൾ രുക്കുമോളെ ദേവയെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് ഒരു ആഗ്രഹമുണ്ട്, മഹി ചിരിയോടെ പറഞ്ഞു. കല്ലുവിൻ്റെ മുഖം മങ്ങി. അവൾ ദേവയെ നോക്കി. പക്ഷേ അവൻ അവളുടെ നോട്ടത്തെ പാടെ അവഗണിച്ചു. ആ, അത് നല്ല ആലോചനയാണല്ലോ. നീ എന്നിട്ട് എന്തു പറഞ്ഞു മഹി? മുത്തശ്ശി ചോദിച്ചു. അമ്മേ, കല്യാണമൊക്കെ അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ പിന്നെ അവനോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ പറയുന്നത് ശരിയാണോ? മഹി പറഞ്ഞു. എല്ലാവരും ദേവയെ നോക്കി. ദേവ, എന്താ നിന്റെ അഭിപ്രായം? രുക്കുമോളെ പണ്ട് തൊട്ടേ അറിയാം. നമ്മുടെ മുന്നിൽ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. നിനക്ക് വിവാഹത്തിന് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും പറയാം. നിന്റെ ജീവിതമാണ്. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി, മുത്തശ്ശനും അച്ഛനും പറഞ്ഞു. കല്ലു ദേവയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദേവ ഒന്ന് ചിരിച്ചു. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? ആദ്യം അത് കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, അവൻ ചിരിയോടെ ചോദിച്ചു. എടാ, ഞങ്ങളുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് രുക്കുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ സന്തോഷമേ ഉള്ളൂ, മഹി പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതം, ദേവ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞ് മുറിയിലേക്ക് പോയി. കല്ലു എല്ലാവരെയും നോക്കിയിട്ട് പിന്നാലെ പോയി. ദേവേട്ടാ, ദേവേട്ടാ. കല്ലു അവൻ്റെ പിന്നാലെ പോയി കയ്യിൽ പിടിച്ചു നിർത്തി. ദേവ അവളെ നോക്കി. എന്താ കല്ലു? ദേവേട്ടൻ എന്താ അവിടെ പറഞ്ഞത്? എന്തിനാ വിവാഹത്തിന് സമ്മതിച്ചത്? ആദിയുടെ കാര്യം ദേവേട്ടന് പറയാമായിരുന്നല്ലോ. ദേവ അവളെ നോക്കി ചിരിച്ചു. അതിന് ഞാനും ആദിയും തമ്മിൽ അങ്ങനൊരു റിലേഷൻ ഇല്ലല്ലോ കല്ലു. പിന്നെ വിവാഹം, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അവിടെ ആരുടെയും അഭിപ്രായം എനിക്ക് ആവശ്യമില്ല, ആരുടെയും. അവൻ തറപ്പിച്ചു പറഞ്ഞു കയറിപ്പോയി. കല്ലു ഞെട്ടി നിൽക്കുവാണ്. അവൾ ആദിയെ വിളിക്കാൻ തീരുമാനിച്ചു. കാരണം ഇനിയുള്ള 2 ദിവസം കോളേജ് അവധിയാണ്. പക്ഷേ ആദിയെ പല പ്രാവശ്യം വിളിച്ചുവെങ്കിലും അവൾ കോൾ എടുത്തില്ല. അതിൽ നിന്ന് കല്ലു മനസ്സിലാക്കി ദേവുവും ആദിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ആദി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കുന്ന ആദിയെ കണ്ട് ദേവുവിന് സഹിച്ചില്ല. അവൾ അവളെ ചേർത്ത് പിടിച്ചു. ഡാ, നിന്റെ കൂടെ ഞാൻ നിൽക്കാം. നീ സൂര്യേട്ടനോട് പറയ്, എങ്ങോട്ടെങ്കിലും പോയി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്ക്. കല്ലുവിൻ്റെ പ്രണയം അത് അവൾക്ക് വിധിച്ചതാണെങ്കിൽ അവൾക്ക് തന്നെ കിട്ടും. നീ അതിന് നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ മോളെ, ദേവു അവളെ ചേർത്തു പിടിച്ചു പറഞ്ഞു. വേണ്ടടാ, ഇന്നലെ കൊണ്ട് തന്നെ സൂര്യദേവ് ആതിരാ മേനോൻ പ്രണയം അവസാനിച്ചു. ഇനി അവരുടെ പ്രണയം പോകില്ല ദേവു. ആ പ്രണയം പാതി വഴിയിൽ തന്നെ പൊലിഞ്ഞു. ഇനി സൂര്യദേവിന് ആതിര ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അനിയത്തിയുടെ കൂട്ടുകാരി, അത്രേയുള്ളൂ. ആദി അതും പറഞ്ഞ് എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ ഫോൺ എടുത്ത് കല്ലുവിനെ വിളിച്ച് വിവരം പറയാൻ തീരുമാനിച്ചു. ദേവു കല്ലുവിനെ വിളിക്കാനായി ഫോൺ എടുത്തതും പെട്ടെന്ന് മുറിയിലേക്ക് രുദ്രൻ കയറി വന്നു. അവനെ അവിടെ കണ്ട് ദേവു ഞെട്ടി. അവനും ഒന്ന് ഞെട്ടി. സോറി ദേവു, ആദി എവിടെ? രുദ്രൻ അവളെ നോക്കി ചോദിച്ചു. ആദി ബാത്റൂമിലാണ് ഏട്ടാ, ദേവു ബെഡിൽ നിന്ന് എണീറ്റു പറഞ്ഞു. ആ ശരിടാ, അവൾ വരുമ്പോൾ ടെറസിൽ വരാൻ പറയും, ഞാൻ അവിടെ ഉണ്ടാകും, രുദ്രൻ ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ആദി പുറത്തു വന്നു. നീ എന്താ ഫോണും പിടിച്ചു നിൽക്കുന്ന? ദേവു പെട്ടെന്ന് ഫോൺ താഴ്ത്തി. ആദി അവളെ സൂക്ഷിച്ചു നോക്കി. ദേവു, ഞാൻ നിന്നോട് പറഞ്ഞു കല്ലു ഒന്നും അറിയരുത് എന്ന്. പിന്നെ എന്താ നിനക്ക്? നീ അവളെയല്ലേ വിളിക്കാൻ തുടങ്ങിയത്? ആദി ചൂടായി. ദേവു തലകുനിച്ചു. സോറി ആദി, എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യടാ, അതാ ഞാൻ, ദേവു പറഞ്ഞു. ആദി അവളെ ചേർത്ത് പിടിച്ചു.
എടീ, ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമല്ല. അതുകൊണ്ട് എനിക്കതിൽ സങ്കടമില്ല. ഞാൻ ഓക്കെയാണ്, ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ആദി, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേയുള്ള നിന്റെ ഈ ചിരി എനിക്ക് കാണണ്ട. നിന്നെ രുദ്രേട്ടൻ വിളിക്കുന്നുണ്ട്. ആള് ടെറസിലുണ്ട്. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ദേവു പറഞ്ഞു. രുദ്രേട്ടൻ ഇതെപ്പോ വന്നു? ആ, ഞാൻ പോയി നോക്കട്ടെ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവളെ വിളിച്ച് ഓരോന്ന് പറയണ്ട. അതും പറഞ്ഞ് ആദി പുറത്തേക്ക് പോയി. ദേവുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവൾ അതൊക്കെ ഉള്ളിലൊതുക്കി. ആദി ടെറസിലെത്തുമ്പോൾ രുദ്രൻ അവിടെ അവളെ കാത്തു നിൽപ്പുണ്ട്. രുദ്രേട്ട, അവളുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്നെ വീണ്ടും തല്ലാനുള്ള വരവാണോ? അവൾ തമാശ രൂപേണ ചോദിച്ചു. ഏയ് അല്ലടി, സോറി. ഇന്നലെ പെട്ടെന്ന് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി, അതാ. ഞാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാനാണ്, രുദ്രൻ പറഞ്ഞു. എന്താ ഏട്ടാ? അവൾ സംശയത്തിൽ അവന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു. താഴെ അച്ഛനും അമ്മയും ഉണ്ട്. വീണ വന്നിട്ടില്ല. അവൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന്. അവർ വന്നത് വെറുതെയല്ല, എന്റെയും നിന്റെയും എൻഗേജ്മെന്റിന് ഡേറ്റ് കുറിക്കാനാണ്. ആദി ഞെട്ടലോടെ രുദ്രനെ നോക്കി. അവളുടെ ശരീരം ആകെ വിറയ്ക്കും പോലെ തോന്നിപ്പോയി. രുദ്രേട്ടാ, ഞാനായിട്ടൊന്നും തീരുമാനിച്ചതല്ല. ഇവർ നേരത്തെ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ്, നമുക്ക് സർപ്രൈസ് തരാൻ. നിന്നോട് ഇടയ്ക്ക് ഇവിടെ എന്നെപ്പറ്റി അഭിപ്രായം ചോദിച്ചിരുന്നോ? രുദ്രൻ ചോദിച്ചു. ഒന്നും മൂളാൻ മാത്രമേ അവൾക്കായുള്ളൂ. ആ, നിന്നെക്കുറിച്ച് എന്നോടും ചോദിച്ചു. ഞാനും ഉള്ളതൊക്കെ പറഞ്ഞു. എന്തായാലും നീ ഒരു കോൺട്രാക്ട് മാരേജ് പറഞ്ഞു. അതവർ സത്യമാക്കി തരുന്നു. തൽക്കാലം അഭിനയിക്കാൻ റെഡി ആയിക്കോ. അതും പറഞ്ഞ് രുദ്രൻ താഴേക്ക് പോയി. സത്യത്തിൽ ആദ്യം മുമ്പ് വീട്ടിൽ പറഞ്ഞു അവളുടെ കല്യാണം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിന് മതിയെന്ന്. ആ പറഞ്ഞതാണ് ഇപ്പോൾ നടക്കുന്നത്. ആദി പിന്നെ എന്തും വരട്ടെ എല്ലാം നേരിടാൻ തയ്യാറായി അവരുടെ അടുത്തേക്ക് പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനമായി. ദേവു എല്ലാത്തിനും അവളുടെ ഒപ്പമുണ്ടായിരുന്നു. ഒരു കണക്കിന് അവളുടെ നല്ലതിനാകും ഈ കല്യാണമെന്ന് ദേവുവിന് തോന്നി. വൈകുന്നേരം കല്ലുവും ശ്രീയും കൂടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ആദിയുടെ അച്ഛനും അമ്മയും കൂടെ കയറി വരുന്നത്. അവരെ കണ്ട് കല്ലു സന്തോഷത്തോടെ അടുത്തേക്ക് പോയി. ഇതെന്താ രണ്ടുപേരും കൂടെ? ആദി എവിടെ? പെണ്ണിനെ ഞാൻ കുറേ വിളിച്ചു, ഫോൺ എടുത്തില്ല. കല്ലു പരാതി പറഞ്ഞു തുടങ്ങി. ആ, അവിടെ ഒരു വിശേഷമുണ്ട്, അതിന്റെ തിരക്കാണ് അവൾക്ക്. അല്ല, ജാനകി എവിടെ? അയ്യോ, അച്ഛനും അമ്മയും കയറി വാ. ശ്രീ, അമ്മയെ വിളിക്കടാ. കല്ലു അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. അപ്പോഴേക്കും എല്ലാവരും വന്നു. ആ, ജാനകി. ആദിയുടെ അമ്മ അവരെ ചേർത്ത് പിടിച്ചു. എന്താടോ പെട്ടെന്നൊരു വരവ്, അതും ഈ സമയത്ത്? ജാനകി ചോദിച്ചു. ഒരു വിശേഷമുണ്ട്, അത് ആദ്യം പറയേണ്ടത് ആദിമോളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് ആണെന്ന് തോന്നി. അതാ സമയമൊന്നും നോക്കാതെ ഇങ്ങു പോന്നത്. കല്ലുവും ജാനകിയും സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും അവർക്ക് കുടിക്കാൻ ചായ ഗായത്രി കൊണ്ടുവന്ന് കൊടുത്തു. ജാനകി, ആദിയുടെയും നന്ദന്റെയും കല്യാണം ഉറപ്പിച്ചു. അച്ഛൻ ചിരിയോടെ പറയുമ്പോൾ കല്ലുവും ദേവനിലും ഞെട്ടൽ നിറച്ചു. ആ, നല്ല കാര്യമാണല്ലോ. ആരാ പയ്യൻ? ആദിമോളുടെ? ജാനകി ചിരിയോടെ ചോദിച്ചു. എന്റെ സഹോദരിയുടെ മോനാണ്, രുദ്രൻ. അവൾ പഠിക്കുന്ന കോളേജിൽ ഇപ്പോൾ സാറാണ്. പിന്നെ നന്ദൻ, അവൻ നേരത്തെ ആളെ കണ്ടുവച്ചു, നമ്മുടെ ദേവിക മോള്. രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ്. എല്ലാവരും വരണം. കല്ലു 2 ദിവസം മുന്നേ അവിടെ ഉണ്ടാകണം. കുറച്ചു സമയം കൂടെ അവിടെ ഇരുന്ന് കല്ലുവിന്റെയും ദേവന്റെയും കാര്യമൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങി. അവർ പോയതും കല്ലു ഫോൺ എടുത്ത് ദേഷ്യത്തിൽ ദേവുവിനെ വിളിച്ചു. കല്ലു, ഞാൻ നിന്റെയൊക്കെ ആരാടി? എന്തും തുറന്നു പറഞ്ഞു നടന്നതായിരുന്നല്ലോ. എന്റെ ഏട്ടനെ വെറും ഒരു പൊട്ടനാക്കി അവൾ എന്താ നേടുന്നത്? എന്റെ ഏട്ടന്റെ കണ്ണീർ വീണാൽ അവൾ ഒരിക്കലും നല്ല ജീവിതം ആസ്വദിക്കില്ലെന്ന് പറഞ്ഞേക്ക്. അതും പറഞ്ഞ് കല്ലു കോൾ കട്ടാക്കി തിരിഞ്ഞതും ദേവു മുറിയിലേക്ക് വന്നു. അവന്റെ മുഖം കണ്ടപ്പോൾ കല്ലു പേടിച്ചു പുറകിലേക്ക് നീങ്ങി. ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുവന്ന് അവന്റെ കഴുത്തിലെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി ഒരു വല്ലാത്ത ഭാവമായിരുന്നു. നീ ഇപ്പൊ എന്താ അവളോട് പറഞ്ഞത്? അവന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ട് അവൾ പുറകിലേക്ക് നീങ്ങും മുന്നേ അവന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. കല്ലു പേടിയോടെയും വിറയലോടെയും അവനെ നോക്കി. അവൻ അവളെ മുറുകെ പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്നെ പൊട്ടനാക്കിയെന്നോ? എന്നെ ആരാടി പൊട്ടനാക്കിയത്? അവൾ ജീവിതം ആസ്വദിക്കില്ലെന്ന് പറയാൻ നിനക്കെന്ത് യോഗ്യതയാടി ഉള്ളത്? പറയടി. ഇനി ഒരക്ഷരം അവളെക്കുറിച്ച് മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. കല്ലുവിന്റെ കണ്ണൊക്കെ. അവൻ അവളെ ദേഷ്യത്തിൽ തന്നെ നോക്കി. ദേവാ! പിറകിൽ നിന്ന് ഗായുവിന്റെ വിളി കേട്ട് ദേഷ്യത്തിൽ അവളുടെ മേലുള്ള പിടിവിട്ട് ഗായത്രി ഒന്ന് തറപ്പിച്ചു നോക്കി പുറത്തേക്ക് പോയി. ഗായത്രി വേഗം വന്ന് കല്ലുവിനെ പിടിച്ചെണീപ്പിച്ചു ബെഡിലിരുത്തി. എന്നിട്ട് അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്തിനാ അവൻ ഇത്രയും ദേഷ്യം? ഗായത്രി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. കല്ലു എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു പോയി. എന്താ മോളെ, എന്താ ഉണ്ടായേ? അവനെ ഇത്രയും ദേഷ്യത്തിൽ ഇത് ആദ്യമായി കാണുക.
ഗായത്രി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഞാൻ ദേവേട്ടനോട് വേണ്ടാത്ത ചില കാര്യങ്ങൾ ചോദിച്ചു. അതാ ഇങ്ങനെ. എങ്ങനെയൊക്കെയോ പറഞ്ഞു. അവൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. നീ കിടന്നോ, താഴെ ആരെങ്കിലും ചോദിച്ചാൽ തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് ഗായത്രി പോയി. കല്ലുവിന് ദേവ് കഴുത്തിൽ പിടിച്ചത് നല്ല വേദന തോന്നി. കല്ലുവിന് എത്ര ആലോചിച്ചിട്ടും എന്തിനായിരിക്കും ദേവ് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് മനസ്സിലായില്ല. ദേവ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നടക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഗായത്രി കയറി വന്നത്. അവളെ കണ്ട് അവനൊന്ന് നിന്നു. ദേവാ, എന്താ ഇതൊക്കെ? നീ എന്തിനാ കല്ലുവിനെ തല്ലിയത്? നിന്റെ കൈപ്പാട് അവളുടെ കവിളിലുമുണ്ട്, കഴുത്തിലുമുണ്ട്. നിന്റെ ഈ കൈപ്പാട് ഇതുവരെ സ്ത്രീയെ പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്ത നീയാണോ കല്ലുവിനെ? എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ? ഗായത്രി അവൻ്റെ ചുമലിൽ പിടിച്ച് ഉലച്ചു ചോദിച്ചു. എൻ്റെ ജീവിതം തന്നെ തീർന്നു. ഇനി ഈ ദേവ ഇല്ല ചേച്ചി. പറഞ്ഞു തീർന്നതും ദേവ ഗായത്രിയെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് മാധവൻ മരിക്കുമ്പോഴായിരുന്നു ഇതുപോലെ തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ അനിയൻ കരഞ്ഞതും ചേച്ചി എന്ന് വിളിച്ചത്. ഇന്ന് അവൻ ഇത്രയും വിഷമിക്കുന്നുണ്ടോ എങ്കിൽ അവനെ അത്രയും വേദനിപ്പിച്ച എന്തോ ഒന്ന് സംഭവിച്ചുവെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവനോടൊന്നും ചോദിക്കാതെ അവനെ അവൾ ചേർത്ത് പിടിച്ചു. ദേവാ, അവനൊന്ന് ഓക്കെ ആയതും അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മനസ്സിനെ വേദനിപ്പിച്ച എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അത് എന്തു തന്നെ ആയാലും അത് ഇന്നത്തോടെ ഇവിടെ ഉപേക്ഷിച്ചു പഴയ ദേവ ആകണം നീ. നീ ഇങ്ങനെ വേദനിച്ച് പുറമേ ചിരിച്ചു നടക്കുന്നത് കാണാൻ വയ്യടാ. ഗായത്രി അവൻ്റെ ചുമലിൽ കൈവച്ചു പറഞ്ഞു. ദേവ നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കി തലയനക്കി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് TV കണ്ടിരിക്കുമ്പോഴാണ് അജു മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നത്. മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അജുവിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. എന്താ മോനെ, എന്താ നിനക്ക് പറയാനുള്ളത്? മുത്തശ്ശൻ ചോദിച്ചു. അജു എല്ലാവരെയും ഒന്ന് നോക്കി. എനിക്ക് ശ്രീലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവൾ കുഞ്ഞാണ്, പഠിക്കുന്ന പ്രായമാണ്, അതൊക്കെ അറിയാം. എൻ്റെ അനിയത്തിയേക്കാളും കുട്ടിയാണെന്ന് അറിയാം. ഇപ്പോൾ അവൾക്ക് കല്യാണം നോക്കുന്നുവെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ അവളുടെ പഠിത്തം കഴിഞ്ഞേ ഞാൻ പറയുമായിരുന്നുള്ളൂ. എല്ലാവരും ഞെട്ടലോടെയാണ് അവനെ നോക്കിയത്. ശ്രീയും ഞെട്ടി നിൽപ്പാണ്. പക്ഷേ ദേവിൽ മാത്രം വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം അവനിടയ്ക്ക് ഇവരുടെ നോട്ടവും ചിരിയും ശ്രദ്ധിച്ചിരുന്നു. അച്ഛാ, എനിക്ക് അജുവേട്ടനെ ഇഷ്ടമാണ്. ഞാനാണ് ഏട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നത്. ശ്രീ ജിതിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. ജിതി, എന്താ നിന്റെ അഭിപ്രായം? നിന്റെ മോളുടെ കാര്യമാണ്. തുടർന്ന് ജീവിക്കേണ്ടത് നിന്റെ മോളാണ്. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് തീരുമാനിക്ക്, മുത്തശ്ശൻ പറഞ്ഞു. ജിതിൻ എല്ലാവരെയും ഒന്ന് നോക്കി. ഏട്ടത്തി, ജിതിൻ ജാനകിയെ വിളിച്ചു. അവർ മുഖമുയർത്തി അവനെ നോക്കി. എന്താ ഏട്ടത്തിയുടെ അഭിപ്രായം? എൻ്റെ മോൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ജിതി. പിന്നെ ശ്രീമോളെ ഞാൻ എൻ്റെ കല്ലുവിനെ പോലെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവളെ മരുമകളാക്കാൻ എനിക്ക് എതിർപ്പൊന്നുമില്ല, ജാനകി പറഞ്ഞു. ജിതിൻ ചിരിച്ചു. എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒന്നുകിൽ ഇവർ വീടെടുത്ത് മാറുകയോ അല്ലെങ്കിൽ ഇവിടെയോ അവന് നമ്മൾ നൽകിയ ആ വീട്ടിലോ എവിടെ വേണോ താമസിക്കാം. പക്ഷേ അജുവിൻ്റെ അച്ഛനുള്ള ആ വീട്ടിലേക്ക് എൻ്റെ മോളെയും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതനുസരിക്കാമെങ്കിൽ നമുക്ക് 3 വിവാഹവും ഒരുമിച്ച് നടത്താം. അജുവും ജാനകിയും പരസ്പരം നോക്കി. എനിക്ക് സമ്മതമാണ് അങ്കിൾ. ഈ വിവാഹത്തിന് ഒപ്പം ഈ കണ്ടീഷൻ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അച്ഛനെ വേണ്ടാഞ്ഞിട്ടല്ല, അച്ഛൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണ്. പിന്നെ കല്യാണത്തിന് എൻ്റെ അച്ഛൻ ഉണ്ടാകില്ല. ആള് ജയിലിലാണിപ്പോൾ. അജു അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. പിന്നെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ചർച്ചകളൊക്കെ.